ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതി ആ ഒരു ബോംബ് അങ്ങ് പൊട്ടിച്ചതോടുകൂടി തന്നെ സുധി ആകെ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുമായിരിക്കും. ജയിലിൽ പോയി നിന്റെ അച്ഛനെ കാണണം, എന്നിട്ട് കുറച്ച് പൈസയുടെ കാര്യം ചോദിക്കണം എന്ന് പറയും. ദൈവമേ, പെട്ടുപോയല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ശ്രുതി ഉടനെ തന്നെ ഇടപെട്ടു. അതമ്മേ, അങ്ങനെ പെട്ടെന്നൊന്നും പോയിട്ട് എൻ്റെ അച്ഛനെ കാണാനൊന്നും പറ്റില്ല. അതിനൊക്കെ കുറേ നൂലാമാലകളും ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ ചന്ദ്രമതി വിട്ടുകൊടുത്തുന്നില്ല. അതൊന്നും സാരമില്ല മോളെ, നമുക്കേതായാലും പോണം, നമുക്ക് പോയിട്ട് കാണണമെന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറഞ്ഞു. ശ്രുതി ആകെ പതുക്കെ പേടിച്ചുകൊണ്ട് തന്നെ വെറുതെ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നാൽ നമ്മളെയും കൂടി അവർ അറസ്റ്റ് ചെയ്ത് അകത്തിടും. അറസ്റ്റ് ചെയ്യുമോ എന്ന് ശ്രുതി ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അമ്മേ, എങ്കിൽ അങ്ങോട്ടേക്ക് ഞാനില്ല, എന്നെ ജയിലിലടക്കാൻ കിട്ടില്ല എന്ന് ശ്രുതി ഉറപ്പിച്ചങ്ങ് പറയാണ്. ചന്ദ്രമതിക്ക് അപ്പോൾ തന്നെയാണ് ഇതൊന്ന് സംശയമായത്. അങ്ങനെയുണ്ട് മോളെ, പിന്നെന്താ, ആൻറ്റിക്ക് പണമല്ലേ വേണ്ടത്? അത് ഞാൻ സംഘടിപ്പിച്ച് തരാം. ഒരു 3 ലക്ഷം രൂപ ഞാൻ റെഡിയാക്കി തരാം. ബാക്കി 2 ലക്ഷം രൂപ ഏതോ കള്ളന്മാർ കൊണ്ടുപോയതല്ലേ, അതിൻ്റെ പേരിൽ പോലീസിൽ ഒരു പരാതി കൊടുക്കാമെന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് സമ്മതമായിരുന്നു. പക്ഷേ പരാതി കൊടുത്താൽ സത്യം പുറത്തു വരുമല്ലോ എന്ന് ശ്രുതി ഭയപ്പെട്ടു. എവിടുന്നാ മോളെ നിനക്ക് ഇത്രയും അധികം പണം എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് ശ്രുതി മറുപടി നൽകി. ചന്ദ്രമതി പോയപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എവിടുന്നാണ് ഈ പണമൊക്കെ എന്ന്. പണമോ, നിന്റെ അക്കൗണ്ടിലെ 8 ലക്ഷം രൂപ അവിടെ നിന്ന് തന്നെയെന്ന് പറയും. അതൊക്കെ എപ്പോഴേ തീർന്നു എന്ന് ശ്രുതി പറയാണ്. അഭിലാഷ് സാറിനെ സൽക്കരിച്ചതും ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം എൻ്റെ കയ്യിൽ നിന്നും ചെലവായി എന്ന് പറയാണ് ശ്രുതി. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വന്നു. എന്നോടൊരു വാക്ക് പോലും ചോദിക്കേണ്ടേ നീ അത് എടുക്കുമ്പോൾ? അതിനിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിനൊന്നല്ലല്ലോ ചിലവാക്കിയത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ന്യായീകരിച്ചു. പണം അഭിലാഷ് സാറിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാമായിരുന്നില്ലേ? എന്തിനാ നീ പണം തരാമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തത് എന്ന് ശ്രുതി ചോദിച്ചു. ആൻറ്റി ചോദിച്ചപ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. തലയൊരി നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ എന്ത് പറയണമെന്ന് പോലും അറിയില്ല എന്ന് പറയാണ് ശ്രുതി. എങ്കിൽ പിന്നെ നീ എവിടുന്നാന്ന് വെച്ചാൽ എടുത്തു കൊടുത്താൽ മതിയെന്ന് ശ്രുതി പറഞ്ഞപ്പോൾ എൻ്റെ താലിമാല വിറ്റിട്ടാണെങ്കിലും ഞാൻ പണം ഉണ്ടാക്കിക്കൊള്ളാമെന്ന് ശ്രുതി അങ്ങ് തീർത്തും പറയാണ്. പക്ഷേ ബിസിനസ്സിൽ ലാഭം വരുമ്പോൾ എനിക്ക് പുതിയൊരെണ്ണം തന്നെ വാങ്ങിച്ചു തരണമെന്ന് അവൾ നിബന്ധന വെച്ചു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട അവസ്ഥയായിരുന്നു ശ്രുതിക്ക്. 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ ഉണ്ടാക്കി കൊടുക്കേണ്ട ഗതികേട്. ശ്രുതി പിന്നീട് മീരയെ കാണാൻ പോയി. മീര അത് കേട്ട് പരിഹസിച്ചാണ്. കർമ്മഫലം എന്ന് കേട്ടിട്ടില്ലേ? ബൂമറാങ്ക് പോലെ നിനക്ക് തന്നെ അത് തിരിച്ചു കിട്ടിയല്ലോ. സച്ചിയെ രേവതിയും കൊടുക്കാൻ നോക്കിയപ്പോൾ നീ തന്നെ ഇപ്പോൾ കുടുങ്ങി. നീ ഇപ്പോൾ ആരുടെ കൂടെയാണ് എന്ന് മീര ചോദിച്ചപ്പോൾ ഞാൻ 5 ലക്ഷം ആൻറ്റിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുവാണ്. പോലീസിൽ പരാതി പോയാൽ ഞാൻ അകത്തായിരിക്കുമെന്ന് ശ്രുതി ആകെ ടെൻഷനോടുകൂടെ പറഞ്ഞു. രേവതിയും സച്ചിയും വക്കീലിന് പണം കൊടുക്കാൻ കഷ്ടപ്പെട്ടപ്പോൾ നീ ചിരിച്ചതല്ലേ എന്ന് മീര ഓർമ്മിപ്പിക്കാൻ അവളെ. ശ്രുതി തൻ്റെ പ്ലാനൊക്കെ വെളിപ്പെടുത്തി. താലിമാല വിറ്റ് 3 ലക്ഷം രൂപ ആൻറ്റിക്ക് കൊടുക്കും. ബാക്കി 2 ലക്ഷം രൂപ മാമാൻറ്റിയെ കൊണ്ട് തന്നെ കൊടുപ്പിക്കണം. മാമാൻറ്റിയുടെ അടുത്ത് ചെന്ന് ശ്രുതിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ആൻറ്റി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിന്റെ മുഖം എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല ആൻറ്റി, എനിക്ക് ഭയങ്കര തലവേദനയാണ്, ഓരോ പ്രശ്നങ്ങളാണ് എന്ന് ശ്രുതി പറയും. ചന്ദ്രമതി കാരണം എനിക്കൊരു സമാധാനമില്ല മോളെ എന്ന് ബാമാൻറ്റി പരിഭവിച്ചു. അച്ഛൻ സച്ചിക്കും രേവതിക്കും 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് നിർബന്ധം പിടിക്കാണ്. ആൻറ്റി വിഷമിക്കുന്നത് കണ്ടിട്ട് എനിക്കത് സഹിച്ചില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ താലിമാല വരെ ഊരി വിറ്റു എന്ന് പറഞ്ഞ് ശ്രുതി കഴുത്തിലെ കവറിംഗ് മാല കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ മോളെ നീ എന്തിനാ ഈ ഗോൾഡ് കവറിംഗ് ഇട്ടിരിക്കുന്നത് എന്ന് ബാമാൻറ്റി ചോദിച്ചപ്പോൾ കുടുംബത്തിന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഒറിജിനൽ മാല ഞാൻ വിറ്റു എന്ന് ശ്രുതി കള്ളം പറയും. 5 ലക്ഷം രൂപ കൊടുത്തില്ല എങ്കിൽ അങ്കിൾ ജോലിക്ക് പോകുമത്രേ. കുടുംബം ചിന്ന ഭിന്നമാകുന്നത് കാണാൻ എനിക്ക് വയ്യ ആൻറ്റി എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശ്രുതി ആ ഒരു 2 ലക്ഷം രൂപ പാമാൻറ്റിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കും. അത് അൽമാരിലിരിക്കുന്ന പണമാണെന്നും വെച്ച സ്ഥലം മാറിപ്പോയതാണെന്നും പറഞ്ഞ് തിരിച്ചു കൊടുക്കാമെന്ന് ശ്രുതി ബാമാൻറ്റി ഉപദേശിച്ചു. മോളെ നിന്റെ മനസ്സ് സ്വർണ്ണമാണ്, എൻ്റെ മരുമോളായി വരേണ്ടതായിരുന്നു നീ എന്നൊക്കെ പറഞ്ഞ് ബാമാൻറ്റി ശ്രുതിയെ വല്ലാതെ അങ്ങ് പുകഴ്ത്തി സംസാരിക്കാണ്. ചന്ദ്രമതിയെ മരുമോളാക്കിയത് എൻ്റെ വലിയൊരു തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞ് ബാമ സ്വയം അങ്ങ് പുകഴ്ത്തി. ശ്രുതി സന്തോഷത്തോടു കൂടെ തന്നെ അവിടെ നിന്നും ഇറങ്ങി. വീട്ടിൽ സച്ചി രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തിനാ അശോകൻ അങ്കിളിൻ്റെ ജോലിക്കാര്യം ചോദിച്ചത് എന്ന്. റിട്ടയർ ആയ അച്ഛൻ ഇനി വീട്ടിലിരുന്നാൽ പോരെ എന്ന് രേവതിയും ചോദിച്ചു. പക്ഷേ രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല. സച്ചിക്കും രേവതിക്കും കൊടുക്കാനുള്ള പണം എനിക്ക് ഉണ്ടാക്കി നൽകണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അവർ പറഞ്ഞുവെങ്കിലും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ചന്ദ്രമതിയും ഇടപെട്ടു. രവിയേട്ടന് പോകണമെങ്കിൽ പോകട്ടെ എന്ന്. ആ പണം തിരികെ നൽകിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല എന്ന് പറയാണ് രവീന്ദ്രൻ. അപ്പോഴാണ് ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി പണം ശ്രുതിയെ ഏൽപ്പിച്ചു. തൻ്റെ താലിമാല വിറ്റ പണമാണ് ഇതെന്നും ഇത് ചന്ദ്രമതിയെ ഏൽപ്പിക്കണമെന്നും അവൾ പറഞ്ഞു. ശ്രുതി ഹാളിലേക്ക് ചെന്ന് അച്ഛനോട് പറയാണ്, അച്ഛൻ ഇനി ജോലിക്കൊന്നും പോവേണ്ട അച്ഛാ, ഈ പണത്തിൻ്റെ പേരിലല്ലേ ഇവിടെ ഈ പ്രശ്നം. ഇതാ 3 ലക്ഷം രൂപ ഇതിലുണ്ട്. അത് കണ്ട് ചന്ദ്രമതിയുടെ കണ്ണങ്ങ് തള്ളി. ബാക്കി 2 ലക്ഷം രൂപ കള്ളം കൊണ്ടുപോയതല്ലേ, അത് പരാതി കൊടുത്താൽ കിട്ടിക്കോളുമെന്ന് ശ്രുതി പറയാണ്. ചന്ദ്രമതി ആ ഒരു പണം നേരെ രേവതിക്ക് നേരെ നീട്ടി. ആദ്യം രേവതി വിസമ്മതിച്ചുവെങ്കിലും അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രേവതി ആ ഒരു പണം വാങ്ങിച്ചു.
ചന്ദ്രമതിക്ക് ഇത് സഹിക്കാൻ പോലും ആയില്ല. വടി കൊടുത്ത് അടി വാങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു അവർ. ശ്രുതിയാണെങ്കിൽ തൻ്റെ താലിമാല വരെ നഷ്ടപ്പെട്ട ആ ഒരു സങ്കടത്തിലായിരിക്കും. അന്ന് രാത്രി ചന്ദ്രമതിക്കാണെങ്കിൽ ഉറക്കം വന്നതേയില്ല. 3 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയെങ്കിലും തൻ്റെ മരുമകളുടെ താലിമാല വിറ്റുകൊണ്ടാണ് അത് നൽകിയത് എന്ന സത്യം അവരെ വല്ലാതെ വേട്ടയാടി. അപ്പോഴാണ് ചന്ദ്രമതി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ശ്രുതി ഊരിവെച്ച ആ ഒരു ഗോൾഡ് കവറിംഗ് മാല അലമാരയുടെ മുകളിലിരിക്കുന്നു. കൗതുകം കൊണ്ട് അതൊന്ന് കയ്യിലെടുത്ത് നോക്കിയ ചന്ദ്രമതി അങ്ങ് ഞെട്ടിപ്പോയി. അത് മുൻപ് ശ്രുതി അണിഞ്ഞിരുന്ന അതേ അസൽ സ്വർണമായിരുന്നു. അത് മുൻപ് ശ്രുതി അണിഞ്ഞിരുന്ന അതേ അസൽ സ്വർണമാല തന്നെയായിരുന്നു. മാല വിറ്റു എന്ന് കള്ളം പറഞ്ഞ് തന്നെയും കുടുംബത്തെയും വിശ്വസിപ്പിക്കുകയായിരുന്നു ശ്രുതിയെന്ന് അവർക്ക് മനസ്സിലായി. മറുഭാഗത്ത് ബാമാൻഡിയുടെ പക്കൽ ശ്രുതി നൽകിയ ആ ഒരു 2 ലക്ഷം രൂപ സച്ചിക്ക് കൈമാറാൻ തന്നെ അവർ തയ്യാറെടുത്തു. എന്നാൽ സച്ചിക്ക് ഇതിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അൽമാറയിൽ നിന്നും കാണാതായ പണം പെട്ടെന്ന് എങ്ങനെ അവിടെ തിരിച്ചെത്തി? സച്ചി തൻ്റെ സുഹൃത്തായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടു കൂടി തന്നെ ആ ഒരു നോട്ടുകൾ പരിശോധിച്ചു. രസകരമായ കാര്യം, ആ നോട്ടുകെട്ടുകളിൽ ഒന്നിൻ്റെ കവറിൽ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ സീലുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയപ്പോൾ സച്ചി ആ ഒരു നോട്ടുകെട്ട് മേശപ്പുറത്ത് വെച്ചു. ബാമാൻഡിക്ക് ഈ ഒരു പണം അൽമാറയിൽ നിന്നും കിട്ടിയതൊന്നുമല്ല, ഇത് ശ്രുതി നൽകിയതാണെന്ന് സച്ചി ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി ആകെ പതറിപ്പോയി. ചന്ദ്രമതി അപ്പോഴേക്കും ആ ഒരു സ്വർണ്ണമാലയുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. നീ താലിമാല വിറ്റെന്നല്ലേ പറഞ്ഞത് ശ്രുതി? പിന്നെ ഇതെന്താണെന്ന്? ആ സ്വർണ്ണമാല ചൂണ്ടിക്കൊണ്ടായിരിക്കും ചന്ദ്രമതി ചോദിക്കുന്നത്. ചന്ദ്രമതിയുടെ ചോദ്യത്തിനു മുന്നിൽ ശ്രുതിക്ക് പിന്നെ മറുപടിയൊന്നും തന്നെ ഇല്ലായിരുന്നു. രവീന്ദ്രൻ അങ്കിളുടെ ജോലി തടയാനും കുടുംബത്തിൽ നല്ല പിള്ള ചമയാനും വേണ്ടിയിട്ട് ശ്രുതി കളിച്ച ആ ഒരു നാടകം എല്ലാവരുടെയും മുന്നിൽ അങ്ങ് പൊളിഞ്ഞു വീഴും. രേവതിയെയും സച്ചിയെയും ദ്രോഹിക്കാൻ നോക്കി ഒടുവിൽ സ്വന്തം കെണിയിൽ തന്നെ ശ്രുതി അകപ്പെട്ടു. രവീന്ദ്രൻ ദേഷ്യത്തോടു കൂടി തന്നെ ശ്രുതിയോടും ശ്രുതിയോടും ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറയാണ്. സത്യം ജയിച്ച സന്തോഷത്തിൽ രേവതിയും സച്ചിയും വീണ്ടും ഒന്നിക്കുമ്പോൾ ചതിയുടെ ലോകത്ത് ശ്രുതിയും ശ്രുതിയും അങ്ങ് ഒറ്റപ്പെടുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.